ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചുള്ളി വീഡിയോസ്. ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ഒരു പരിപ്പ് പ്രഥമൻ അഥവാ ഒരു പരിപ്പ് പായസമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി മെത്തേഡിലാണ് നമ്മളിവിടെ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ടിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ശർക്കര, അത് പാനിയാക്കിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 ലിറ്റർ പാല്. സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് പരിപ്പ് പായസം എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിന്നത് പശുവിൻ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങയും കാഷ്യൂവും കൂടെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതല്പം ചുക്കും ഏലക്കായും ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് വേണം കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട്. പരിപ്പ് വറുക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ട് അത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി വറുത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വേണത് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ഇത് നെക്കൊക്കെ വെള്ളം ഒഴിച്ച് പരിപ്പിൻ്റെ അളവ് തൊട്ട് മുകളിലായിട്ട് വെള്ളം നിൽക്കാൻ പാകത്തിന് അടച്ച് വെച്ച് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നിറഞ്ഞൊരു ഓണം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ഓണം.